ഞങ്ങൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഞാനും കൂടെ മാത്രമേ ഉള്ളൂ. അവർ വീട്ടിൽ കൊണ്ടുപോയില്ലേ. രാവിലെ പോയി ആദ്യക്കുട്ടനും മോനൂസ് വീട്ടിലേക്ക്. അപ്പം ഞാൻ നാമം ചൊല്ലി കൊണ്ടുപോകുമ്പോൾ കൊടുണ്ട് വന്നിട്ട് ഞാൻ തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് തുണി എല്ലാം മടക്കുകയായിരുന്നു കേട്ടോ കൊടു. എന്നിട്ട് ഓരോന്നും മടക്കിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരും. അമ്മ ഇത് എവിടെയാണ് വെക്കണ്ടേ? ഇത് ആദ്യക്കുട്ടൻ്റെയാ, ഇത് മോനുച്ചിൻ്റെയാ, ഇത് അച്ഛൻ്റെയാന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്ന് മടക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് എന്നാൽ പിടിക്കുക എന്നിട്ട് പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പിടിച്ചാന്ന് കേട്ടോ. കുടു എന്തെടുക്കുന്നേ? ഇപ്പം നിർത്തിയിട്ട് ഇപ്പം തുണി മടക്കൽ നിർത്തിയിട്ട് ഇപ്പം കളി തുടങ്ങിയിട്ടുണ്ട്. തുണി ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ മടക്കി കൊണ്ട് വെച്ചു കേട്ടോ. ബാക്കി ഞാൻ മടക്കട്ടെ. കുടു ആരതൊക്കെ മടക്കിയേ? കുടുവിൻ്റെ അല്ലേ? കുടുവിൻ്റെതും ആദ്യക്കുട്ടൻ്റെതും മോനുച്ചിൻ്റെതും കുടു മടക്കി. നല്ല മോനാട്ടോ. ബാക്കി അമ്മ മടക്കട്ടെ കേട്ടോ. ആ കുടുവിന് എന്താ പറയാനുള്ളേ? ഇത് കുടു മടക്കിയതാട്ടോ. അതാ കുടു സ്വന്തം മടക്കിയതാ. അത് മിടുക്കനല്ലേ കുടു? നല്ല മിടുക്കനല്ലേ? മിടുക്കനാന്ന് കുടു. ചേട്ടായിൻ്റെ അതവൻ മടക്കിയതാന്ന്. അതവൻ മടക്കിയതാട്ടോ. അത് സത്യമാണ്. എൻ്റെ അടുത്ത് വന്ന് മടക്കി കൊണ്ടുവന്ന് ചോദിച്ചായിരുന്നു. ഇനി കുടു ഇങ്ങോട്ട് വാ. എന്താ പറയാനുള്ളേ കുടുവിന്? ഓടി വാ, അങ്ങോട്ട് വാ. വേ വാ. കുടുവിന് എന്തൊക്കെ വിശേഷം പറയാനുള്ളേ? അല്ല എന്താ വിശേഷം ഇനി കുടുവിന് പറയാനുള്ളത്? എന്തൊക്കെയാ? ഒന്നുമില്ല. അംഗനവാടിയിൽ ഓണപരിപാടി ഇല്ലേ? ഉണ്ടല്ലോ. ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ടീച്ചർ. കുടു ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ടീച്ചർ. കുടുവിൻ്റെ അംഗനവാടിയിൽ ഓണപരിപാടിയാണ് വെള്ളിയാഴ്ച. അപ്പോൾ കുടു എന്താ ഉണ്ടാക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേ? കാളൻ. നമുക്ക് ഉണ്ടാക്കണ്ടേ? നാളെ വൈകുന്നേരം ഉണ്ടാക്കാം അല്ലേ? എല്ലാവരോടും ഒരു സ്വാഗതം പറഞ്ഞാൽ അറിയും. കൂട്ടുകാർക്ക് സ്വാഗതം പറഞ്ഞേ. കുടുവിന് അറിയില്ലാന്ന്. ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ പിടിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ തുണി അങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞേട്ടൻ വന്നു കേട്ടോ. പിന്നെ അതെല്ലാം ഇട്ടിട്ട് കുടു ഓടി അച്ഛന്നോ എന്ന് പറഞ്ഞിട്ട് ഓടി കേട്ടോ. പിന്നെ മക്കളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, അവരുണ്ടെങ്കിൽ അധികം പണിയെന്നല്ല, അവരുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണമല്ലോ. ഇതിപ്പോൾ ഞാനോർത്തു രാവിലത്തെ ചോറ് ലേശമുണ്ട്, ചൂടാക്കി രാവിലത്തെ കറിയുണ്ട്, പിന്നെ ഒരു മുട്ട എങ്ങാനും പൊരിക്കാമെന്ന് ഓർത്തു കേട്ടോ. പിന്നെ അകമെല്ലാം അടിച്ചു വാരി അങ്ങനെ പണികളൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അവർ രണ്ടുപേരും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഭയങ്കരമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമായിട്ട് ഒച്ചയിടാനെങ്കിലും അവരുണ്ടാവുമല്ലോ. അപ്പോൾ അതില്ലല്ലോ. കുടുവിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കേട്ടോ. കുടുവിന് ചാടി മറിഞ്ഞ് തല്ല് കൂടി കളിക്കണമെങ്കിൽ അവർ വേണം. ഇത് അവരില്ലാത്തതിൻ്റെ ഭയങ്കര ഒരു വിമ്മിഷ്ടം കുടുവിനാണ്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ആദ്യക്കുട്ടന് എന്താ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശരീരം വിറയ്ക്കുകയോ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. മോനൂസിന് കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓണാകുമ്പോഴത്തേക്കൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ വേഗം വേറെ വെക്കാനും നിന്നില്ല. പിന്നെ അകമൊക്കെ അടിച്ചു വാരി അടുക്കളയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് പിന്നെ പാത്രമെല്ലാം കഴുകി വെക്കാമെന്ന് ഓർത്തിട്ടോ. എന്നും ചോറുണ്ട് കഴിഞ്ഞിട്ടാണ് കഴുകി വെക്കാറ്. പിന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കൽ. നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഗ്യാസിലിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പം കുറേ സമയം പോവും. കുറേ ഗ്യാസ് വേണം. കുക്കറിലാകുമ്പോൾ റേഷനരി അല്ല, ഒരു വിസിലടിക്കുമ്പോൾ ഞാൻ ഇറക്കി വെക്കും. എന്നിട്ട് പിന്നെ നല്ല കഞ്ഞിവെള്ളം കുറച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കും കേട്ടോ. ബാക്കിയിലേക്ക് ഞാൻ നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട്, അതായത് പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ പച്ചവെള്ളം ഒഴിച്ച് ഊറ്റും കേട്ടോ. ചോറ് നല്ല വേറെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ. നല്ല കിട്ടും ചോറ്. കുക്കറിൽ ചോറ് വെച്ചാൽ റേഷനരി ധൈര്യമായിട്ട് കുക്കറിൽ വെക്കാം കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അടുപ്പത്ത് വെക്കുന്ന ആ രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടുപ്പത്ത് വെക്കുന്നതാണ് എത്രയാണെങ്കിലും അതിൻ്റെ ഇത്.
പക്ഷെ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾക്കും ഈ പറഞ്ഞ അടുക്കളേൻ്റെ പുറകിൽ ആ ഷെഡിനകത്തൊരു അടുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ പറഞ്ഞ പോലെ വീടിനകത്തുനിന്ന് പുക പുറത്തോട്ട് പോവാത്ത രീതിയിലായേ. ഭയങ്കരമായിട്ട് മക്കൾക്കൊക്കെ ഈ അലർജി ശ്വാസം മുട്ടും പ്രശ്നമായപ്പോൾ ഞങ്ങൾ തൽക്കാലം അടുപ്പ് പൊളിച്ച് കളഞ്ഞാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും പിന്നെ വീട് കിട്ടുമ്പം പ്രധാനമായിട്ടൊരു അടുപ്പുള്ള അടുക്കള വേണം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് വിറകൊക്കെ കുറേ വെറുതെ പോവുകയാണ് ചെയ്തത് കേട്ടോ. എന്നാൽ പുറത്ത് നിന്നാലും ഞങ്ങൾ വെയിലുള്ള സമയത്തൊക്കെ കത്തിക്കുക, കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ. പിന്നെ ഗ്യാസ് തീരുമ്പോഴാണ് പിന്നെ കൂടുതലും കത്തിക്കുക. പിന്നെ ജോലിക്ക് പോകുന്ന കാരണം പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക, വൈകുന്നേരം വെച്ച് എന്നിട്ട് പിന്നെ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വിറക് പെറുക്കി മുറ്റത്ത് ഈ മഴയത്ത് എന്തായാലും കത്തിക്കൽ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം എന്താ പറയുക, ഗ്യാസൊക്കെ പരമാവധി ചുരുക്കി ചെയ്യാവുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് റേഷൻ അരി റെഡിയാവും. പിന്നെ അടുപ്പൊക്കെ ഇതിപ്പോൾ കുറച്ച് ദിവസമായി അടുപ്പൊക്കെ ഇങ്ങനെ തുടച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുപ്പൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തു കേട്ടോ, കഴുകി തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ പറഞ്ഞു കുടുവിന് മുട്ട വേണമെന്ന് പറഞ്ഞേ, കാടൻ മുട്ട വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫ്രൈ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അച്ഛനും മോനും കൂടി അവിടെ ആപ്പിൾ എത്തുന്നുണ്ട്. ഞാൻ കുടുവിനുള്ള മുട്ട തൊലി പൊളിക്കുകയെന്ന് കേട്ടോ. അപ്പം കുടു മുട്ട വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ അവർ ആപ്പിളൊക്കെ തൊലിയെത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോനൂസിനും ആദ്യക്കുട്ടനും വയ്യാതായ സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയപ്പോൾ കൊടുത്തു വിട്ടേന്ന് 2 അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർ തൊലി തരുന്നത്. അതുകൊണ്ടോ അച്ഛൻ്റെ ഷോൾഡറിൽ എന്തോ വന്നിരിക്കുന്നുണ്ടെന്ന രീതിയിൽ ചേട്ടൻ ഇങ്ങനെ ഷോൾഡറിലേക്ക് നോക്കിയുള്ളൂ. അപ്പോഴത്തേക്കും കുടു പറയാതെ തന്നെ അവനത് സ്വയം അപ്പോഴത്തേക്കും തട്ടി കേട്ടോ, കൈ തട്ടി തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് കുഞ്ഞിട്ട് പറയും ചെയ്തു, നോക്കടി ഞാൻ ചെയ്തത്, ഞാനൊന്ന് നോക്കിയുള്ളൂ, അപ്പോഴത്തേക്കും അവനത് ചെയ്ത് കഴിഞ്ഞു എന്ന് കേട്ടോ. അങ്ങനെ കുടു കുറേ മുന്നിലാണ്, ഒരുപാട് മുന്നിലാണ് കുടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കറികളൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര റിലാക്സ് ആയിട്ടൊരു ദിവസം, ഭയങ്കരമായിട്ട്. പിന്നെ ചോറുണ്ട്, കാന്താരി മുളകും മുട്ടയും മീനൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. കുടുവും കാന്താരി മുളക് തിന്നുന്നുണ്ടായിരുന്നു എനിക്ക് അത്ഭുതം. അവന് കാന്താരി മുളക്, അമ്മ ഒരു കാന്താരി മുളക് താ അമ്മയെന്നും പറഞ്ഞ് അത് വെച്ചിട്ട് പിന്നെ ചോറ് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തവും വാങ്ങി തിന്നുമായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ അത്യാവശ്യം വയറ് നിറച്ച് ചോറൊക്കെ ഉണ്ടു. ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞേ. എന്നിട്ട് പിന്നെ അവൻ്റെ തീറ്റ കഴിഞ്ഞേരം അവന് മുളക് മുഴുവനും എന്നെ തീറ്റിക്കണം. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. ഒരു മുളകായാലും ചമ്മന്തി ആയാലും സമാധാനത്തോടു കൂടി ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിലും വലുതൊന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ പോകാൻ കഴിയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് വാച്ച് അവർ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഒരേ ലെവലിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഒരു പൊടിക്ക് കയറുന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മളിടുന്ന വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന അങ്ങനെ എല്ലാവരും കാണുന്നുണ്ടാവില്ല. ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതൊക്കെയല്ലേ, അപ്പം അതങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മളെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്നൊന്നും പറഞ്ഞ് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു വരുമാനമാവണം, നമുക്കിതിലൊരു വരുമാനമാവണം, എന്തെങ്കിലും ഒന്ന് ഇതിലൂടെ ആവണം എന്നുള്ളൊരാഗ്രഹവും പിന്നെ ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവർ, പറ്റുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ ഒരു ലൈക്ക് തരാൻ പറ്റുമെങ്കിൽ ലൈക്ക് തരിക. അപ്പോൾ അതൊക്കെ പറയാനുള്ളൂ കേട്ടോ. പിന്നെ മക്കളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആകെപ്പാടെ ഒരു പിന്നെ എന്താണെങ്കിലും ഇവിടെ വീഡിയോയിലൊക്കെ കുറേശ്ശെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അധികം സംസാരം ഇങ്ങനെ ഒരു ആൾ റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണെങ്കിലും ഒരുപാട് മാറ്റം തോന്നി കേട്ടോ, എല്ലാവർക്കും ഒരു മാറ്റമുണ്ട് കേട്ടോ.
അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി വന്ന ഉടനെ കുഞ്ഞേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടുമായിരുന്നു കേട്ടോ. 2 വർഷം ഗൾഫിൽ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പം സൺഡേ ഞായറാഴ്ച ദിവസം പണിയില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഷാഹിച്ചേട്ടനും റാണി ചേച്ചീനെയും വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ, കൂടുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ഇവിടുത്തെ ആ ജീവിത രീതിയായിട്ട് ചുറ്റുപാടൊക്കെ ആയിട്ട് ഇതായപ്പം വീണ്ടും ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്നുള്ള രീതിയിൽ വരുന്നു, പണി കഴിഞ്ഞ് വരുന്നു, കുളിക്കുന്നു, ഫോൺ കണ്ട് കിടക്കുന്നു, ഫോണിൽ വീഡിയോസൊക്കെ കണ്ട് കിടക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സമയം എഴുന്നേറ്റ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ പഠിപ്പിക്കലും എല്ലാം കൂടി ആകുമ്പം ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒക്കെ നമ്മൾ അതിനൊക്കെ വഴക്കിടും പിണങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എന്താ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലെ അവസ്ഥ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോവുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഒരു മാറ്റം നമുക്കൊരു നല്ലതല്ലേ. ഒന്നും വേണ്ട, ഇവരത് പണികളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളിപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കാൻ ഇവർ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നാൽ തന്നെ നമ്മൾ ഹാപ്പിയാണല്ലേ, ഒന്നും ചെയ്തില്ലെങ്കിലും. അപ്പം പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ കുറച്ച് നാളുകളായിട്ട് ഇവർ കഴുകും കേട്ടോ. അവരുടെ കഴിച്ച പാത്രം അവർ തന്നെ കഴുകും. അത് മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ നിർബന്ധം പറയാറുണ്ട് കുട്ടികളോട്, അവർ കഴിച്ച പാത്രം എവിടെ ചെന്നാലും ആരെക്കൊണ്ടും കഴിക്കരുത്. നമ്മൾ കഴിച്ച എച്ചിൽ പാത്രം കഴുകാനുള്ളതല്ല വീട്ടിലുള്ള ആരും. കഴുകാനായാൽ അവരത് കഴുകണമെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. അത് പറയുന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെക്കൊണ്ട് പറ്റുന്ന പണികൾ അവർ ചെയ്ത് തന്നെ വളരട്ടെ. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. കുഞ്ഞുനാൾ തൊട്ടേ പണിയെടുത്ത് പോകുന്നതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും നമുക്കൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ കേട്ടോ. നാളെ എനിക്കറിയില്ല, ഇന്ന് വരെ പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് വീടിനകത്ത് അനുഭവപ്പെടുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അപ്പോൾ നമുക്കൊരു ഭാഗത്ത് വിഷമങ്ങളും ഉണ്ട്. മക്കൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് എവിടെയെങ്കിലും ഒരു അസുഖം എത്തിയാൽ മതി, അത് ആദ്യം ഓടിയെത്തുന്നത് നമ്മളെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഒരു സുഖത്തിനൊരു ദുഃഖം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ അടുക്കളയിൽ കുപ്പികളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, കുറേ ഒഴിവാക്കിയിട്ടോ. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു കുപ്പിയും എല്ലാം ഞാൻ ചാക്കിലൊക്കെ ആക്കി വെച്ചു. ബാക്കിയുള്ള കുപ്പികളൊക്കെ ഇപ്പോൾ ഞാൻ യൂഷ്വലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുപ്പികളാണ്. അതെനിക്ക് ഒഴിവാക്കാനും മാറ്റിയിട്ട് പുതിയത് വെക്കാൻ എന്തായാലും ഇപ്പം മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അവസാനം. ഇപ്പോഴും പഴയതുപോലെ തന്നെയാണെന്നായിരിക്കും പെട്ടെന്ന് കാണുമ്പോൾ തോന്നുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.